ലോകസഞ്ചാരികൾക്കിടയിൽ കൗതുകതയും നിഗൂഢതയും നിറഞ്ഞ ഒരു തടാകമാണ് ഡെഡ് സീ അഥവാ ചാവുകടൽ. നീന്തൽ അറിയാത്തവർക്ക് പോലും നീന്താൻ കഴിയുന്ന, മുങ്ങിപ്പോകാതെ വെള്ളത്തിൽ ഉയർന്നു മാത്രം നിൽക്കുന്ന ഈ ഒരു തടാകം ലോകത്ത് സീ ലെവലിൽ, സമുദ്രനിരപ്പിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം കൂടിയാണ്. എന്നാൽ വിശ്വാസികളായ നമുക്ക് ഇത് കേവലം ഒരു കൗതുക വിസ്മയമല്ല, മറിച്ച് പ്രപഞ്ചനാഥന്റെ കൽപ്പനകളുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച സദോം നഗരം അന്തിയുറങ്ങുന്നത് ഈ ചാവുകടലിന്റെ മാറിടത്തിലാണ് എന്നത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. അതെ, അന്നത്തെ കാലത്ത് ജെറൂസലം പട്ടണത്തെക്കാൾ 10 മടങ്ങ് വലിപ്പമുണ്ടായിരുന്ന സദോം നഗരം മൈലാഞ്ചി ചുവപ്പണിഞ്ഞ ഒരു രാത്രിയിൽ നിഷ്പ്രഭമായ കഥ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അള്ളാഹു നമ്മോട് പറയുന്നു. അവരുടെ മേൽ നാം ചുട്ടുപഴുത്ത കല്ലുകളുടെ പേമാരി പെയ്തിറക്കി. നിങ്ങൾ നോക്കിക്കാണുക, അക്രമികാരികളുടെ അന്ത്യം എങ്ങനെയായിരുന്നു നിങ്ങൾ നോക്കിക്കാണുക എന്ന അള്ളാഹുവിന്റെ ആ വാക്യം കേവലം ആ ജനപദത്തോട് മാത്രമായിരുന്നില്ല, ലോകത്ത് ഇന്നോളമുള്ള ഓരോ തരി മനുഷ്യരോടുമാണ്. അതെ, ഈ ചാവുകടലിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് കണ്ടെടുത്ത മണ്ണിന്റെ താഴ്ചകളിൽ പോലും പൊള്ളലേറ്റ ഡെസ്ട്രക്ഷൻ പാളുകളും കത്തിക്കരിഞ്ഞ അസ്ഥികൂടങ്ങളുമെല്ലാം നമ്മെ ചിന്തിപ്പിക്കുന്നത് ആ ഒരു ഭീകരമായ ദിവസത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനപദത്തിന്റെ മേൽ അള്ളാഹുവിന്റെ അദാബ് പെയ്തിറങ്ങിയ ആ ഒരു ദിനത്തെക്കുറിച്ചാണ്. ഇത് ചരിത്രമാണ്, ചരിത്രം ഒരു ആവർത്തനമാണ്.